നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇസ്രായേൽ ലെബനൻ വെടിനിർത്തൽ കരാറിനെ തുടർന്ന് പശ്ചിമേഷ്യൻ യുദ്ധ തുറമുഖത്ത് നിർണായകമായ ചില മാറ്റങ്ങൾ ഉണ്ടായി. ഇസ്രായേലും ലെബനനും തമ്മിലുള്ള യുദ്ധത്തിൽ 10 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ കരാർ ഏപ്രിൽ 16 അർദ്ധരാത്രിയോടെയാണ് പ്രാബല്യത്തിൽ വന്നത്. അതിനുശേഷം തങ്ങളുടെ സൈന്യം തെക്കൻ ലെബനിൽ തന്നെ തുടരുമെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. അതേസമയം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ കടത്തുപാതയായ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നുകൊടുക്കാൻ ഇറാൻ തീരുമാനിച്ചു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയാണ് വാണിജ്യ കപ്പലുകൾക്കായി ഈ പാത തുറന്നതായി പ്രഖ്യാപിച്ചത്. ഇറാന്റെ സ്പോർട്സ് ആൻഡ് മാരിടൈം ഓർഗനൈസേഷൻ നേരത്തെ നിശ്ചയിച്ച് അറിയിച്ചിട്ടുള്ള പാതയിലൂടെ ആയിരിക്കണം കപ്പലുകൾ സഞ്ചരിക്കേണ്ടതെന്നും അറാക്ചി അറിയിച്ചു. ഇറാൻ ആയുധമായി ഉപയോഗിച്ചിരുന്ന ഈ കടലിടുക്ക് ഇനി അടയ്ക്കില്ലെന്ന് അവർ സമ്മതിച്ചതായി ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. ഹോർമൂസ് കടലിടുക്കിലെ കുഴിബോംബുകൾ നീക്കം ചെയ്യാൻ അമേരിക്ക ഇറാനെ സഹായിക്കുന്നുണ്ടെന്നും ട്രംപ് അറിയിച്ചു. ഇറാനുമായുള്ള ഒരു സമ്പൂർണ്ണ സമാധാന കരാറിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെന്ന സൂചനയും അദ്ദേഹം നൽകി. ഹോർമൂസ് കടലിടുക്ക് തുറന്നതോടെ ആഗോള എണ്ണവിലയിൽ വൻ ഇടിവാണ് ഉണ്ടായത്. ക്രൂഡ് ഓയിൽ വില ഏകദേശം 10% കുറഞ്ഞത് ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് ആശ്വാസമായി. ചുരുക്കത്തിൽ ലെബനിലെ വെടിനിർത്തൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള വലിയൊരു സമാധാന ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. എങ്കിലും ഇസ്രായേൽ സൈന്യം ലെബനൻ അതിർത്തിയിൽ തുടരുന്നത് ആശങ്കയ്ക്കും ഇടയാക്കുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാനുള്ള ഇറാന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിഷ് മെർസ്. എന്നാൽ കടലിടുക്ക് തുറക്കുന്നത് യാതൊരുവിധ നിബന്ധനകളും കൂടാതെ ആയിരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാരീസിൽ യൂറോപ്യൻ നേതാക്കളുമായി നടത്തിയ ഉച്ചകോടിക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു മെർസ്. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നഴ്സിംഗ് മേഖലയിലെ സഹകരണം ശക്തമാക്കുന്നതിനായി പുതിയ ധാരണാപത്രത്തിൽ അതായത് MOUയിൽ ഒപ്പുവെച്ചു. ഡൽഹിയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രിയൻ ചാൻസലർ ക്രിസ്ത്യൻ സ്റ്റോക്കറും തമ്മിൽ നടന്ന ചർച്ചയിലാണ് ഈ സുപ്രധാന തീരുമാനം ഉണ്ടായത്. ഇതിന്റെ പ്രധാന വിവരങ്ങൾ നോക്കിയാൽ കുടിയേറ്റ നയം 2023 ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ഒപ്പിട്ട മൈഗ്രേഷൻ ആൻഡ് മൊബിലിറ്റി പാർട്ട്ണർഷിപ്പ് കരാറിന്റെ തുടർച്ചയായാണ് ഈ പുതിയ നഴ്സിംഗ് സഹകരണം. നഴ്സുമാർക്ക് മുൻഗണന ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഓസ്ട്രേലിയയിലെ ആരോഗ്യ മേഖലയിൽ നഴ്സുമാരുടെ കുറവ് പരിഹരിക്കുന്നതിനായി ഇന്ത്യയിൽ നിന്നുള്ള നഴ്സുമാരുടെ നിയമനം വേഗത്തിലാക്കും. ഭാഷാ പരിശീലനത്തെപ്പറ്റി പറഞ്ഞാൽ കേരള സർക്കാരിന്റെ കീഴിലുള്ള ഒഡെപെക് ഉൾപ്പെടെയുള്ള ഏജൻസികൾ വഴി നഴ്സുമാർക്കായി ജർമ്മൻ ഭാഷാ പരിശീലനം നൽകുന്നുണ്ട്. ഈ കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ സർക്കാർ തലത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കും. തൊഴിൽ സാധ്യതകളെപ്പറ്റി പറഞ്ഞാൽ ഓസ്ട്രേലിയയിലെ പ്രമുഖ ആശുപത്രികൾ, വൃദ്ധസദനങ്ങൾ എന്നിവിടങ്ങളിൽ ഇതിനോടകം തന്നെ റിക്രൂട്ട്മെന്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ശമ്പളവും ആനുകൂല്യങ്ങളും നോക്കിയാൽ ഏകദേശം 2700 യൂറോ മുതൽ 4000 യൂറോ വരെ മാസ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കും. ഇനി എന്തുകൊണ്ടാണ് ഓസ്ട്രിയ എന്ന കാര്യത്തിൽ യൂറോപ്പിലെ മികച്ച ജീവിത നിലവാരമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഓസ്ട്രിയ. നിലവിൽ ജർമ്മനിയെ പോലെ തന്നെ ഓസ്ട്രിയയും ഇന്ത്യൻ പ്രൊഫഷണലുകളെ, പ്രത്യേകിച്ച് മലയാളി നഴ്സുമാരെ ഏറെ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഈ പുതിയ കരാറിലൂടെ വിസ നടപടികൾ കൂടുതൽ ലളിതമാക്കുമെന്നും നിയമന പ്രക്രിയ സുതാര്യമാക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുകൂടാതെ യുവാക്കൾക്കായി ഇന്ത്യ ഓസ്ട്രിയ വർക്കിംഗ് ഹോളിഡേ പ്രോഗ്രാം എന്ന പുതിയ പദ്ധതിയും ഇരു രാജ്യ നേതാക്കളും തമ്മിൽ ചർച്ച ചെയ്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യൻ യുവാക്കൾക്ക് ഓസ്ട്രിയയിൽ താമസിച്ച് ജോലി ചെയ്യാനും അവിടുത്തെ സംസ്കാരം പഠിക്കാനും അവസരം നൽകുന്നതാണ്. എന്തായാലും ജർമ്മനിയെ പോലെ തന്നെ ഇപ്പോൾ ഓസ്ട്രിയയും വാതിൽ തുറന്നതോടെ മലയാളി നഴ്സുമാർക്ക് ചാകര തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ റിക്രൂട്ട്മെന്റ് ഏജൻസികൾ ഇക്കാര്യം പറഞ്ഞ് ലക്ഷ്യങ്ങൾ തട്ടാനുള്ള അവസരമാണ് ഒരുങ്ങുന്നത്. എന്നാൽ ഇവരുടെ ആകർഷണ വലയത്തിൽ പെടാതെ സ്വയമായി അല്ലെങ്കിൽ വിയന്നയിലുള്ള അല്ലെങ്കിൽ ഓസ്ട്രിയയിലുള്ളവരുമായി വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം വേണം അങ്ങോട്ടേക്ക് കുടിയേറാൻ. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏജൻസികളെ ഒഴിവാക്കി പോകുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് പ്രവാസി ഓൺലൈൻ കരുതുന്നത്. അയർലൻഡിൽ മലയാളി നഴ്സിന് നേരെ നടന്ന വംശീയാക്രമണത്തിൽ കുത്തേറ്റു. ഡബ്ലിനിൽ ജോലി ചെയ്യുന്ന മലയാളി നഴ്സിനാണ് കുത്തേറ്റത്. വയറിനാണ് കുത്തേറ്റത്. രാത്രി 10 മണിയോടെ പാൽ വാങ്ങാനായി പുറത്തിറങ്ങിയപ്പോഴാണ് സംഭവം. ഒരു സംഘം യുവാക്കൾ ഗോ ബാക്ക് ഇന്ത്യ എന്ന് ആക്രോശിച്ചുകൊണ്ടാണ് ആക്രമിച്ചത്. കുത്തേറ്റ ഉടനെ യുവാവ് ഓടി റോഡിലെത്തുകയും ഒരു വാഹനം തടഞ്ഞു നിർത്തി സഹായം അഭ്യർത്ഥിക്കുകയുമായിരുന്നു. തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ അദ്ദേഹം അപകടനില തരണം ചെയ്തതായാണ് റിപ്പോർട്ടുകൾ. അയർലൻഡിൽ അടുത്ത കാലത്തായി വിദേശികൾ
പ്രവാസികൾക്കെതിരെയുള്ള വംശീയ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. മുൻപും സമാനമായ രീതിയിൽ ഇന്ത്യൻ വംശജർക്കെതിരെയും മലയാളി കുടുംബങ്ങൾക്ക് നേരെയും അതിക്രമങ്ങൾ ഉണ്ടായതായി വാർത്തകൾ വന്നിരുന്നു. 2005-ലും 2026-ന്റെ തുടക്കത്തിലും ഇത്തരം വംശീയമായ വിദ്വേഷാക്രമണങ്ങൾ അയർലൻഡിന്റെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയർലൻഡിൽ താമസിക്കുന്ന മലയാളികൾ രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങുന്നത് സൂക്ഷിച്ചു വേണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. യുഎസിലെ ടെക്സാസിൽ ഇന്ത്യൻ വംശജയായ സ്ത്രീക്ക് ഇമിഗ്രേഷൻ കസ്റ്റഡിയിൽ ദുരന്തങ്ങൾ നേരിടേണ്ടി വന്നു. ടെക്സാസിലെ ഒരു ഡിറ്റൻഷൻ സെന്ററിൽ വെച്ചാണ് ഈ ക്രൂരത അരങ്ങേറിയത്. മതിയായ യാത്രാ രേഖകളില്ലെന്ന് ആരോപിച്ചോ അല്ലെങ്കിൽ വിസ സംബന്ധമായ സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്നോ ആകാം ഇവരെ കസ്റ്റഡിയിലെടുത്തത്. പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം ഇവർക്ക് നേരെ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് ഉണ്ടായത്. ഭക്ഷണവും വെള്ളവും നിഷേധിച്ചു. തുടർച്ചയായി 24 മണിക്കൂറിലകം ഇവർക്ക് ഭക്ഷണമോ കുടിക്കാൻ വെള്ളമോ നൽകിയില്ലെന്നാണ് പരാതിയിൽ പറയുന്നത്. മരുന്നുകൾ പോലും നൽകിയില്ല. ഇവർ സ്ഥിരമായി കഴിച്ചിരുന്ന അത്യാവശ്യ മരുന്നുകൾ അധികൃതർ പിടിച്ചുവെക്കുകയും അവ നൽകാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്തു എന്നും റിപ്പോർട്ടുണ്ട്. ഇവരുടെ ആരോഗ്യനില വഷളാകാൻ ഇത് കാരണമായി. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് മാനസികമായ പീഡനങ്ങളും വംശീയ അധിക്ഷേപങ്ങളും ഉണ്ടായതായും ആരോപണമുണ്ട്. ഈ സംഭവം യുഎസിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിനിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. മനുഷ്യാവകാശ സംഘടനകളും ഇന്ത്യൻ കോൺസുലേറ്റും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. തടങ്കിലായവർക്ക് നൽകേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിഷേധിക്കുന്നത് വലിയ നിയമലംഘനമായാണ് കണക്കാക്കപ്പെടുന്നത്. ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി അന്വേഷണം വേണമെന്നും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നുമാണ് ബന്ധുക്കളുടെ ആവശ്യം. ഇന്ത്യൻ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തിൽ വലിയ രാഷ്ട്രീയ തർക്കങ്ങൾക്കും ചർച്ചകൾക്കും വഴി തുറന്ന വനിതാ സംരക്ഷണത്തിനായുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പരാജയപ്പെട്ടു. ബില്ല് പാസാക്കാൻ ആവശ്യമായ 3/2 ഭൂരിപക്ഷം നേടാൻ ഭരണപക്ഷത്തിന് കഴിയാതെ വന്നതോടെയാണ് ബിൽ തള്ളപ്പെട്ടത്. 537 അംഗങ്ങളുള്ള ലോക്സഭയിൽ ഭരണഘടനാ ഭേദഗതി പാസാക്കാൻ 360 പേരുടെ പിന്തുണയാണ് വേണ്ടിയിരുന്നത്. എന്നാൽ 293 അംഗങ്ങൾ മാത്രമാണ് NDAക്ക് കിട്ടിയത്. 67 വോട്ടുകളുടെ കുറവാണ് സംഭവിച്ചത്. അക്രമങ്ങളെയും അഴിമതിയെയും ചെറുക്കാൻ ആഫ്രിക്കയിലെ യുവജനങ്ങളോട് ലിയോ 14 മാർപ്പാപ്പയുടെ ആഹ്വാനം. ഗിനിയ ഉൾക്കടലിലെ പ്രധാന തുറമുഖവും കാമറൂണിന്റെ വാണിജ്യ തലസ്ഥാനവുമായ ഡുവാല നഗരത്തിൽ ജാപോമ സ്റ്റേഡിയത്തിൽ ലിയോ 14 മാർപ്പാപ്പ വിശുദ്ധ കുർബാന അർപ്പിച്ചു. ജാപോമ സ്റ്റേഡിയത്തിൽ ലിയോ 14 മാർപ്പാപ്പ വിശുദ്ധ കുർബാന അർപ്പിച്ചു വചന സന്ദേശം നൽകി. വിശുദ്ധ കുർബാനയിൽ 6 ലക്ഷത്തോളം വിശ്വാസികൾ പങ്കെടുത്തതായി റിപ്പോർട്ടുണ്ട്. കാമറൂണിലെ 4 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി മാർപ്പാപ്പ അയൽരാജ്യമായ അങ്കോളയിലേക്ക് പോയി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ സന്ദർശിക്കാൻ നന്ദി. നമസ്കാരം.